നമുക്കൊരു അടിപൊളി ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയെടുത്താലോ? വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും, 4 ഏലയ്ക്ക, 7 ഗ്രാമ്പൂ, കറുവപ്പട്ട, പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കട്ട് ചെയ്തതും, 2 പച്ചമുളക്, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും, 7 വെളുത്തുള്ളി ചതച്ചതും, പകുതി നാരങ്ങയുടെ നീരുമാണ്. ആദ്യം പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് എടുത്ത് വെച്ച ഗ്രാമ്പും ഏലക്കയും പട്ടയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കണം. അത് കഴിഞ്ഞ് അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാള ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായി ഇളക്കി പിന്നെ പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കണം. സവാള നല്ലപോലെ മൂക്കണ്ട, ചെറുതായിട്ട് വഴണ്ടി വരുമ്പോൾ തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മൾ ആദ്യം ഇതിന് ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം എല്ലാവരും ഉപ്പിടാൻ വേണ്ടിയിട്ട്. പിന്നീട് എടുത്തു വെച്ച പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം ഇട്ട് വെച്ച് ഇളക്കാൻ. ചിക്കൻ നല്ല വെളുത്ത കളറായി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ച ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ് കേട്ടോ. വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടുപോയി, പാത്രം ചെറുതായിപ്പോയി. അങ്ങനെ ഞാൻ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും തേങ്ങയുടെ 2 പാലും കൂടി ഒഴിച്ചിളക്കി അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. എല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് അതിൽ നിന്ന് തന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ് എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് പേസ്റ്റാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ഗ്രേവിക്കൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാലയും അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ചു വയ്ക്കാം. എല്ലാം കൂടി മിക്സായി തിളച്ച് വരുമ്പോഴത്തേക്ക് 1 പാൽ ഒഴിക്കാം. 1 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത്, തീ ഓഫ് ചെയ്യണം. പിന്നെ ഇതിലോട്ട് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണയിൽ കശുവണ്ടിയും ചെറിയ ഉള്ളിയും പിന്നെ കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ചിക്കൻ സ്റ്റൂവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കരുത്, അപ്പം തന്നെ അടച്ചു വെക്കണം. കുറച്ച് നേരം കഴിഞ്ഞ് സെർവ് ചെയ്യാൻ നേരത്ത് യോജിപ്പിച്ചാൽ മതി. അങ്ങനെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ.